നെയ്യാറ്റിൻകര സമാധി പൊളിക്കാനുള്ള തീരുമാനത്തിൽ RDO ഉത്തരവ് ഇതുവരെ കൈമാറിയിട്ടില്ലെന്ന് കുടുംബം. സമാധി പൊളിക്കുന്നതിനുള്ള തീരുമാനം ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കി. സമാധി പൊളിക്കാനുള്ള തീരുമാനം മതവികാരത്തെ വ്രണപ്പെടുത്തുമെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഗോപൻ സ്വാമിയുടെ മകൻ സനന്ദനൻ പറഞ്ഞു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, ഈ സമാധി പൊളിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരുമാനം ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്ന് കുടുംബം വ്യക്തമാക്കി. നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ 41 ദിവസത്തെ ചടങ്ങുകൾ നടക്കുന്നത് വരെ, അതായത് സമാധിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് വരെ സമാധി പൊളിക്കാതിരിക്കാനുള്ള നിയമ നടപടിയുമായിട്ട് കുടുംബം മുന്നോട്ട് പോകുമെന്നാണ് വക്കീൽ, ഇവരുടെ അഭിഭാഷകൻ നമ്മളോട് പ്രതികരിച്ചത്. നിലവിൽ ഇപ്പോൾ ഈ RDO ഈ സമാധി പൊളിക്കാനുള്ള ഉത്തരവ് കൈമാറിയിട്ടില്ല. ആ ഒരു സാവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് കുടുംബം എത്തിയിട്ടുള്ളത്. സമാധി അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ യാതൊരുവിധ ദുരുദ്ദേശവും ഉണ്ടായിട്ടില്ല. അച്ഛന്റെ സമാധിക്ക് ശേഷം അത് ലോകത്തോട് വിളിച്ചു പറയുകയും അത് നാട്ടുകാരോട് അറിയിക്കുകയും ചെയ്തിരുന്നു. അച്ഛന്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യം മറച്ചു വെക്കാത്തടത്തോളം കാലം തങ്ങൾക്ക് നീതിയുമായിട്ട് അല്ലെങ്കിൽ നിയമവശവുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് കുടുംബക്കാർ പറയുന്നത്. പോലീസിന്റെ ഭാഷ്യം അല്ലെങ്കിൽ പരാതി നൽകിയ അയൽപക്കക്കാരൻ നൽകിയ പരാതിയിൽ പറയുന്നത് 8-ാം തീയതി മുതൽ ഗോപൻ സ്വാമിയെ വീട്ടിൽ നിന്നും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മാൻ മിസ്സിംഗ് കേസായിട്ടും ഗോപൻ സ്വാമിയെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് ബന്ധു കൂടിയായിട്ടുള്ള വിശ്വംഭരൻ പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും നോട്ടീസുകൾ കണ്ടെത്തുകയും ചെയ്തത്. ഈ നോട്ടീസിൽ സമാധിയായി എന്ന നോട്ടീസുകളാണ് പോലീസ് ആദ്യം കണ്ടെത്തിയത്. പക്ഷേ ഈ നോട്ടീസ് അച്ചടിച്ച പ്രിന്റോ അല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമി സമാധിയായി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന സംഭവത്തിൽ സാക്ഷ്യം വഹിക്കാനോ പഞ്ചായത്ത് അധികൃതരോ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു സാക്ഷ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ദുരൂഹമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ഈ സമാധി പൊളിച്ച് പരിശോധിച്ച് മരണകാരണം ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ 41 ദിവസത്തെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത് വരെ നിലവിൽ ഈ സമാധി പൊളിച്ച് നീക്കാൻ അല്ലെങ്കിൽ പൊളിച്ച് പരിശോധന നടത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഈ സമാധിയോട് ചേർന്ന് വീടിനോട് ചേർന്നായിട്ട് ഒരു ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ശിവക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസം വൈകുണ്ഠ ഏകാദശി ദിവസത്തിന് അന്നാണ് ഈ ഗോപൻ സ്വാമി മരണപ്പെടുന്നത്. അന്നാണ് ഈ സമാധി ആക്കുന്നതും. അതിനുശേഷം പിന്നീട് 5-ാം ദിവസം ഇന്നലെ ധനുമാസത്തിൽ തിരുവാതിര ആയതുകൊണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് കുടുംബവും നാട്ടുകാരും ആവശ്യം മുന്നോട്ട് വെച്ചു. തുടർന്ന് RDO ചർച്ചയ്ക്കെത്തുന്നു. ചർച്ചയിൽ സമവായമാകാത്തത് കൊണ്ട് ഉത്തരവ് പ്രകാരം ഈ സമാധി പൊളിച്ച് പരിശോധന നടത്തണമെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ക്രമസമാധാന പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ ചേരിതിരിഞ്ഞുള്ള അക്രമങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിലവിൽ എടുത്തു ചാടി ഒരു തീരുമാനത്തിലേക്ക് കടക്കണ്ട എന്നാണ് ജില്ലാ തീരുമാനം. ജില്ലാ കളക്ടർ കുടുംബവുമായി ചർച്ച നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതിനുള്ള സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ടോ? നിലവിൽ ഇപ്പോൾ സബ് കളക്ടർ മാത്രമാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ഇതിനകത്ത് എത്തിയിട്ടില്ല. ജില്ലാ കളക്ടർ ചർച്ച നടത്താനുള്ള തീരുമാനം ജില്ലാ കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഓക്കെ ടിൻഡു, നെയ്യാറ്റിൻകര സമാധി പൊളിക്കാനുള്ള തീരുമാനത്തിൽ RDO ഉത്തരവ് ഇതുവരെ കൈമാറിയിട്ടില്ലെന്നാണ് കുടുംബം പറയുന്നത്. സമാധി പൂജയുമായി ബന്ധപ്പെട്ട് 41 ദിവസം പൂജകൾ നടക്കുന്നതിനാൽ അതുവരെ സമാധി പൊളിക്കാൻ അനുവദിക്കില്ല എന്നതാണ് കുടുംബം. ഇക്കാര്യം ഹിന്ദു ഐക്യവേദി തീരുമാനിക്കുമെന്നും കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നു. ടിൻഡു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.